Good morning students. Today we are discussing about measures of central tendency. ഇതിൽ തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എക്സാമിന്. പ്രോബ്ലംസ് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്, ഡെഫിനിഷൻസ് വരാറുണ്ട്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഏതൊക്കെയാണ് എന്നിങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പ്രോബ്ലംസ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും നമ്മളൊരു കമ്പാരിസൺ നടത്തി, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഒരു കമ്പാരിസൺ നടത്തി പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഈ സെക്ഷനിലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ വി മൂവ് ഓൺ ടു അവർ ക്ലാസ്. Define measure of central tendency. According to Simpson and Kafka, measure of central tendency is a typical value around which other figures congregate. Or it can be simply said that a single value that represents the entire data. Entire data represent ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ വാല്യൂവിനെയാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത്. എന്താണ് ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്നുള്ള വേർഡ്? ഡെയിലി നമ്മൾ പല പ്രാവശ്യം കേൾക്കുന്ന ഒരു വേർഡാണ് ആവറേജ് എന്നുള്ളത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ടീച്ചർ പറയാം, +1 കൊമേഴ്സ് കുട്ടികളുടെ അക്കൗണ്ടൻസിയുടെ ആവറേജ് മാർക്ക് 45 മാർക്സ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എല്ലാ കുട്ടികൾക്കും 45 മാർക്സ് എന്നാണോ? അല്ല, കുറച്ച് കുട്ടികൾക്ക് 45 മാർക്സ് ഉണ്ടാകും, കുറച്ച് കുട്ടികൾക്ക് 45-നെക്കാട്ടി ബിലോ മാർക്സ്, അതായത് 40, 35, 38, 39 അങ്ങനെ മാർക്സ് ഉണ്ടാവും. എന്നാൽ വളരെ ചുരുക്കം കുട്ടികൾക്ക് 20 അല്ലെങ്കിൽ 18 എന്നുള്ള മാർക്സ് ഉണ്ടാകാം. അതായത് 45-നോട് നിയറർ ആയിട്ട് അടുത്തായിട്ടുള്ള കുറച്ചധികം നമ്പേഴ്സ്. അതുപോലെ തന്നെ 45-ന് എബോവ് ആയിട്ടുള്ള നമ്പേഴ്സ് 50 ഉണ്ടാകാം, 55 ഉണ്ടാകാം, അതുപോലെ തന്നെ 70 ഉണ്ടാകാം അല്ലെ. എന്നാൽ മോസ്റ്റ്ലി നിയറർ ആയിട്ട് ഈ ഒരു നമ്പറിന്, സിംഗിൾ വാല്യൂവിന് നിയറർ ആയിട്ടായിരിക്കും ബാക്കിയുള്ള നമ്പേഴ്സ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു മിഡിൽ വാല്യൂ ആയിട്ടായിരിക്കും 45 എന്നുള്ള നമ്പർ. സോ ഹോൾ ഡേറ്റ, എൻ്റെ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിംഗിൾ വാല്യൂവിനെ നമ്മൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നു. ഇനി ആവറേജ് കണ്ടുപിടിക്കാൻ ഡിഫറെന്റ് മെഷേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ മോസ്റ്റ് കോമൺ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഏതൊക്കെയാണെന്നാണ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ വിച്ച് ആർ ദ മോസ്റ്റ് കോമൺ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി? അരിത്തമെറ്റിക് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. അതിൽ തന്നെ വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അരിത്തമെറ്റിക് മീൻ ആണ്. സോ ഫസ്റ്റ് മെത്തേഡ് അരിത്തമെറ്റിക് മീൻ. എന്താണ് അരിത്തമെറ്റിക് മീൻ? എങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാം? അരിത്തമെറ്റിക് മീൻ ഈസ് ഡിഫൈൻഡ് ആസ് സം ഓഫ് ഓൾ ദി ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് എക്സ് ബാർ. അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ എന്ന് ഡിനോട്ട് ചെയ്യാം. അത് കണ്ടുപിടിക്കാൻ, ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? തന്നിരിക്കുന്ന എല്ലാ എക്സ് വാല്യൂസും സം ചെയ്യുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്യുക. ഇതിനെ ഒന്ന് ഷോർട്ടൺ ചെയ്ത് നമുക്ക് പറയാം, അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ n. സിഗ്മ എക്സ് എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എക്സിന്റെ സിഗ്മ. സിഗ്മ മീൻസ് സം ഓഫ് ഓൾ എക്സ് വാല്യൂസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഇനി അരിത്തമെറ്റിക് മീനിന്റെ പ്രോബ്ലംസ്. കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ എന്നൊരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനെ ഐഡന്റിഫൈ ചെയ്യുക. എങ്ങനെയാണ്, ഏത് സീരീസിലാണ് ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? സോ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനെ മനസ്സിലാക്കണം. സീരീസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇറ്റ് ഈസ് എ വേ ഓഫ് പ്രസന്റിങ് ഡേറ്റ പ്രസന്റ് ചെയ്യുന്ന ഒരു വേ മാത്രം, ഒരു മെത്തേഡ് മാത്രമാണ് സീരീസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് സീരീസ്: ഇൻഡിവിജ്വൽ, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. എന്താണ് ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ? ഒരു എക്സാമ്പിൾ പറയാം. മാർക്സ് ഓഫ് 15 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിലെ 15 കുട്ടികളുടെ മാർക്സ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നു. അതിനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം? ജസ്റ്റ് തന്നിരിക്കുന്ന കുട്ടികളുടെ മാർക്സ് ഇൻഡിവിജ്വൽ ആയിട്ട്, പർട്ടിക്കുലർ ആയിട്ട് നമുക്കതിനെ പ്രസന്റ് ചെയ്യാം അല്ലെ. 50, 30, 35, 40 അങ്ങനെ പർട്ടിക്കുലർ വാല്യൂസ് ആയിട്ട് നമുക്കതിനെ പ്രസന്റ് ചെയ്താൽ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ സീരീസ്. പർട്ടിക്കുലർ വാല്യൂസ് ആയിട്ട് തന്നാൽ അതിനെ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയാം. ഇനി അത് ഡിസ്ക്രീറ്റ് സീരീസിലേക്ക് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ പർട്ടിക്കുലർ വാല്യൂസ് തന്നെ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ നമ്പർ കൂടുതലാണ്, അതായത് 50 കുട്ടികൾ 100 കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ വാല്യൂസ് നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്നാൽ ഇതിനെ ഒന്നും കൂടി ഷോർട്ടൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് പറയണം അല്ലെ. ഈ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് തന്നെ, ഒരു മാർക്ക് തന്നെ, സെയിം മാർക്ക് തന്നെ കുറെ അധികം കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ടാകും അല്ലെ. ഇവിടെ 30 എന്നുള്ള മാർക്സ് നോക്കാം. 30 എന്നുള്ള മാർക്സ് 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പറിന്, ഡേറ്റ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു
ചെയ്യുന്നോ അതിനെ നമുക്ക് ഫ്രീക്വൻസി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന ഓരോ മാർക്സും എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു ആ റെപ്പറ്റീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. ഇങ്ങനെ മാർക്സ് എക്സ് വാല്യൂസും അതിന്റെ ഫ്രീക്വൻസി ആയിട്ട് ഒരു ഡേറ്റ റെപ്രസെന്റ് ചെയ്താൽ നമ്മൾ അതിനെ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നു. ഇനി മാർക്സ് ഇതിലും കൂടിയ നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ കുറച്ച് വലിയ ബിഗർ ആയിട്ടുള്ള വാല്യൂസ് ആണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരു കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെൽസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതായത് 0 മുതൽ 10 മാർക്സ് കിട്ടിയ കുട്ടികളുടെ നമ്പർ, അതിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 10 to 20 കിട്ടിയത് എത്രയാണ്? 20 to 30, ഇവിടെ നോക്കിയാൽ അറിയാം 20 മുതൽ 30 വരെ 22, 25, 29 അങ്ങനെ മാർക്സ് കിട്ടിയിട്ടുണ്ട് അല്ലെ. അത് എത്ര പേരുണ്ട്? 3 പേരുണ്ട്. സോ അതിന്റെ 20 to 30യുടെ ഫ്രീക്വൻസി 3. ഇങ്ങനെ ഒരു ക്ലാസ്സസ് ആയിട്ടും അതിന്റെ ഫ്രീക്വൻസി ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ അതിനെ നമ്മൾ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. സോ ഒരു കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ എന്ന ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഏത് സീരീസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. സീരീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് എ വേ ഓഫ് പ്രസന്റിംഗ് ഡേറ്റ. ഇൻഡിവിജ്വൽ വാല്യൂസ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ സീരീസ്. ഇൻഡിവിജ്വൽ വാല്യൂസും അത് റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ടൈംസ് അതിന്റെ ഫ്രീക്വൻസി ആയിട്ട് തന്നാൽ അതിനെ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നു. അതിനെ ഒരു ക്ലാസ് ഇന്റർവൽ ആയിട്ട് തന്നാൽ നമുക്കതിനെ കണ്ടിന്യൂസ് സീരീസ് എന്ന് വിളിക്കും. അതിന്റെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമ്മൾ ഏത് സീരീസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 3 സീരീസിലും നമുക്ക് 3 ഡിഫറെന്റ് മെത്തേഡ്സിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാം. അതായത് അരിത്തമെറ്റിക് മീനിന്റെ വാല്യൂ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഓരോ മെത്തേഡും യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. തന്നിരിക്കുന്ന വാല്യൂസ് ചെറിയ നമ്പേഴ്സ് ആണ്, അതായത് 30, 40, 50 അങ്ങനെയുള്ള നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ അഡീഷനോ സബ്ട്രാക്ഷനോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനോ ഒക്കെ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. 3 സീരീസിലും ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു സിഗ്മ എക്സ് ബൈ എൻ ആണ്. അത് ഡിസ്ക്രീറ്റ് സീരീസിലേക്ക് വരുമ്പോൾ എന്താണ് ഇക്വേഷൻ ചേഞ്ച് വരുന്നത്? നമ്മൾ പഠിച്ചു ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽ സീരീസിൽ നിന്നും ഒരു ഫ്രീക്വൻസിയും കൂടെ കൂടുതൽ വരുന്നുണ്ട് അല്ലെ. എക്സ് വാല്യൂ മാത്രമല്ല എക്സിനോട് കൂടി എഫ് വരുന്നുണ്ട് അല്ലെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസിൽ എക്സിനോട് കൂടി എഫ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അതിന്റെ സം കണ്ടുപിടിക്കുന്നത്. അന്നേരം ഇക്വേഷനിൽ ഒരു ചേഞ്ച് കണ്ടോ? സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് എന്നായി. എഫ് എക്സ് മീൻസ് എഫും എക്സും കൂടെ ഇൻഡു ചെയ്തതിന് ശേഷം സിഗ്മ സം കണ്ടുപിടിക്കുക. ഇനി കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ എന്താണ് ഡിഫറൻസ്? കണ്ടിന്യൂസിൽ നമ്മൾ പറഞ്ഞു ക്ലാസ് ഇന്റർവെൽ ആയിട്ടാണ് തരുന്നത്. ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുമ്പോൾ 0 to 10, 10 to 20 അങ്ങനെ ക്ലാസ്സസ് ആയിട്ടാണ് വാല്യൂസ് വരുന്നത് അല്ലെ. അങ്ങനെയുള്ളപ്പം ഒരു എക്സ് എന്നുള്ള വാല്യൂന് 0 to 10 എന്നുള്ള ക്ലാസ്സിൽ 0 മുതൽ 10 വരെയുള്ള വാല്യൂസ് ഉണ്ട് എക്സിന്. നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ വേണം അല്ലെ. സോ നമ്മൾ അവിടെ കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്. മിഡ് പോയിന്റിനെയാണ് എം എന്നുള്ള നൊട്ടേഷൻ നൽകിയിരിക്കുന്നത്. മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത് 0 to 10 എന്നുള്ള ക്ലാസ്സിന്റെ മിഡ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 0 plus 10 divided by 2 ആൻസർ 5. അന്നേരം 0 to 10 എന്നുള്ള ക്ലാസ്സിന്റെ മിഡ് വാല്യൂ 5 ആണ്. 10 to 20 എന്നുള്ള ക്ലാസ്സിന്റെ മിഡ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 10 plus 20 divided by 2 അതിന്റെ മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 15. അങ്ങനെ ഓരോ മിഡ് വാല്യൂസും കണ്ടുപിടിക്കുന്നു. സോ ഡിസ്ക്രീറ്റ് സീരീസുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഇത് സെയിം തന്നെയാണ്. എക്സ് അല്ല ഇവിടെ എന്താണ്? എക്സിന് പകരം മിഡ് വാല്യൂ ആണ് വരുന്നത്. ഇക്വേഷന് എഫ് എം ആണ്. എഫ് എമ്മിന്റെ സിഗ്മ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇക്വേഷൻസ് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇവിടെ എക്സ് വാല്യൂ മാത്രമേ ഉള്ളൂ, ഇവിടെ ഫ്രീക്വൻസി കൂടെ വരുന്നു, ഇവിടെ വരുമ്പോൾ മിഡ് വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല, നമുക്ക് അസ്യൂംഡ് മീൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നെങ്കിൽ. എപ്പോഴാണ് അസ്യൂംഡ് മീൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്? തന്നിരിക്കുന്ന വാല്യൂസ് ബിഗർ വാല്യൂസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൂടുതലാണെങ്കിൽ, തന്നിരിക്കുന്ന ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് 100 കുട്ടികളുടെ മാർക്കാണെങ്കിൽ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂസ് ഇൻകം, വേജ് അങ്ങനെയുള്ള കേസസ് വരുമ്പോൾ വലിയ വലിയ നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറയുന്നത്. അസ്യൂംഡ് മീൻ ആ പേരിൽ തന്നെയുണ്ട്. നമ്മൾ ഒരു വാല്യൂവിനെ അസ്യൂം ചെയ്ത് എടുക്കുന്നു. എ എന്നുള്ളൊരു വാല്യൂ അസ്യൂം ചെയ്ത് എടുക്കുന്നു. തന്നിരിക്കുന്ന എക്സ് വാല്യൂസിലെ ഒരു വാല്യൂവിനെ അസ്യൂം ചെയ്ത് എടുക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഇക്വേഷനിലുള്ള ചേഞ്ച് എന്താ? ഒരു പുതിയ ടേം ഡി എന്നുള്ളൊരു ഡീവിയേഷൻ. ഡി മീൻസ് ഡീവിയേഷൻ. ഡീവിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓരോ എക്സ് വാല്യൂസിൽ നിന്നും അസ്യൂംഡ് മീനിനുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടാണ് എക്സ് മൈനസ് എ ആണ് ഡി എന്ന് പറയുന്നത്. ഇവിടെ സെയിം കേസ് തന്നെ. ഇൻഡിവിജ്വൽ സീരീസ് ആകുമ്പോൾ സിഗ്മ ഡി ഉള്ളൂ,
ഡിസ്ക്രീറ്റ് ആകുമ്പോൾ ഫ്രീക്വൻസിയും കൂടെ വരുന്നു. കണ്ടിന്യൂസ് സീരീസ് ആകുമ്പം അവിടുത്തെ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. ഇക്വേഷൻ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, വലിയ ചേഞ്ചസ് ഒന്നും അതിനകത്ത് ഇല്ല. ഇനി ഈ അസ്യൂംഡ് മീൻ മെത്തേഡ് അല്ലാതെ സ്റ്റെപ്പ് ഡീവിയേഷൻ എന്നുള്ള മെത്തേഡ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡ് യൂസ് ചെയ്യുന്ന കേസിൽ ഡീവിയേഷൻ കണ്ടുപിടിക്കും. ഈ ഡീവിയേഷന്റെ വാല്യൂസ് 10, 20, 30, 40 അങ്ങനെയുള്ള നമ്പേഴ്സാണ്. അതായത് ഈ നമ്പേഴ്സിനൊരു കോമൺ, ഞാൻ പറഞ്ഞ നമ്പേഴ്സ് 10, 20, 30, 40, അതിലൊരു കോമൺ ഫാക്ടർ ഉണ്ട്. ഏത് നമ്പർ? 10 എന്നുള്ള ഒരു കോമൺ ഫാക്ടർ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടി നമ്മൾ ആ കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് ഡി ഡാഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി എ കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. എൻ്റെ കോമൺ ഫാക്ടറിനെയാണ് സി എന്ന് നോട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. അത് പ്രോബ്ലംസ് പറയുന്ന സമയത്ത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവിടെയും ഇക്വേഷൻസ് കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഫ്രീക്വൻസി ഇല്ല, ഇവിടെ ഫ്രീക്വൻസിയും കൂടി വന്നു. ഇവിടെ മിഡ് വാല്യൂ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ കമ്പാരിസൺ ചെയ്ത് പഠിച്ചാൽ നമുക്ക് വളരെയധികം ഈസി ആയിട്ട് ഈ ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്യേണ്ടത്. അരിത്തമെറ്റിക് മീനിലെ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. Given question is calculate arithmetic mean from the data showing marks of students in a class. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്സ് ആണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഫസ്റ്റ് നമ്മൾ അത് ഏത് ടൈപ്പ് ഓഫ് സീരീസ് ആണെന്ന് മനസ്സിലാക്കണം. തന്നിരിക്കുന്ന ഡേറ്റാസ്, തന്നിരിക്കുന്ന വാല്യൂസിലേക്ക് നോക്കുക. ഇൻഡിവിജ്വൽ വാല്യൂസ് മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. സോ ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ സീരീസ്. സോ ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനാണ്. സീരീസ് നമ്മൾ മനസ്സിലാക്കി ഇൻഡിവിജ്വൽ സീരീസ് ആണെന്ന്. ഇനി അരിത്തമെറ്റിക് മീൻ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ പഠിച്ചു 3 മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് 3 മെത്തേഡ്സ്? ഡയറക്റ്റ് മെത്തേഡ്, അസ്യൂംഡ് മീൻ മെത്തേഡ്, സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡ്. അതിൻ്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് എടുത്ത് ഡയറക്റ്റ് മെത്തേഡ് എന്നോ അസ്യൂംഡ് മീൻ മെത്തേഡ് എന്നോ സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇൻഡിവിജ്വൽ സീരീസിൽ ഡയറക്റ്റ് മെത്തേഡിൽ ഇക്വേഷൻ സിഗ്മ എക്സ് ബൈ എൻ, അസ്യൂംഡ് മീനിൽ എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ, സ്റ്റെപ്പ് ഡീവിയേഷൻ ആണെങ്കിൽ എ പ്ലസ് സിഗ്മ ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി. ഇനി 3 മെത്തേഡിലും ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇക്വേഷൻ എന്താണ്? സിഗ്മ എക്സ് ബൈ എൻ ആണ്. തന്നിരിക്കുന്ന എക്സ് വാല്യൂസ്, തന്നിരിക്കുന്ന വാല്യൂസിനെ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്താൽ അതിന്റെ സം കണ്ടുപിടിക്കുക. സിഗ്മ മീൻസ് സം കണ്ടുപിടിക്കുക, ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷൻസ് ഉണ്ടെന്ന് നോക്കുക. തന്നിരിക്കുന്ന വാല്യൂസ് 40 + 35 എക്സെട്ര 20 വരെ ചെയ്യുമ്പോൾ അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ നമുക്ക് 470 കിട്ടും. ഇനി എത്ര വാല്യൂസ് ഉണ്ട് അതിനകത്ത്? 10 വാല്യൂസ്. സോ n ഈസ് ഈക്വൽ ടു 10. സോ എക്സ് ബാർ, അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ ഈക്വൽ ടു 470/10 ഈക്വൽ ടു 47. അതായത് ഈ തന്നിരിക്കുന്ന വാല്യൂസ് ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ അറിയാം. 20 മുതൽ 70 വരെയുള്ള വാല്യൂസ് ഇതിനകത്തുണ്ട്. ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആയിട്ട് 20 വരുന്നു, ഹയസ്റ്റ് വാല്യൂ ആയിട്ട് 70 വരുന്നു. ഇത്രയും വാല്യൂസിന്റെ ഒരു ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 47 ആണെന്ന് നമുക്ക് പറയാം. അതായത് ഏകദേശം 47ന്റെ അടുത്ത മാർക്കാണ് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നതെന്ന് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക്, അല്ലെങ്കിൽ ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കാം. സെക്കൻഡ്, ഈ പ്രോബ്ലം സെയിം പ്രോബ്ലം തന്നെ അസ്യൂംഡ് മീൻ മെത്തേഡിൽ ചെയ്താൽ എന്താണ് ഡിഫറൻസ് വരുന്നത്? അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു വാല്യൂവിനെ അസ്യൂം ചെയ്തെടുക്കുക. 20 മുതൽ 70 വരെയുള്ള വാല്യൂസിൽ ഒരു മിഡിൽ വാല്യൂ ഏകദേശം നമുക്കൊരു 50 അല്ലെങ്കിൽ 45, അത് തന്നിരിക്കുന്ന വാല്യൂസ് തന്നെ വേണം എടുക്കണമെന്നില്ല. ഇതിൻ്റെ ഇടയിലുള്ള മിഡിലായിട്ട് വരുന്ന ഏത് വാല്യൂവിനെ വേണമെങ്കിലും അസ്യൂംഡ് മീൻ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന വാല്യൂ 50 ആണ് അസ്യൂംഡ് മീൻ. അതിനെ അസ്യൂംഡ് മീൻ എ ഈസ് ഈക്വൽ ടു 50 എന്ന് മാർക്ക് ചെയ്താൽ ഫസ്റ്റ് തന്നിരിക്കുന്ന വാല്യൂസ് എക്സ് എന്ന് പറഞ്ഞാൽ 40, 35 വാല്യൂസ് 20 വരെ എഴുതി. നെക്സ്റ്റ് അസ്യൂംഡ് മീനിൽ ഞാൻ പറഞ്ഞു എന്താ? ഡീവിയേഷൻ, ഡി എന്നുള്ള ഒരു ടേം ഉണ്ട്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് എ ആണ്. ഡിയുടെ ഇക്വേഷൻ എക്സ് മൈനസ് എ ആണ്. എ നമ്മൾ എടുത്തിരിക്കുന്നത് 50 ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ എക്സിനെയും ഈ 50 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. 40 - 50 - 10, 35 - 50 - 50. അങ്ങനെ ഓരോ വാല്യൂസിനെയും സബ്ട്രാക്ട് ചെയ്ത് എഴുതുക. ദാറ്റ് ഈസ് ഡി. ഇനി എന്താണ് ഇക്വേഷൻ നോക്കി അറിയാം. നമുക്ക് വേണ്ട എന്താ? സിഗ്മ ഡി വേണം. സിഗ്മ ഡി എന്ന് പറഞ്ഞാൽ ഈ ഡിയുടെ സം ആണ്. വാല്യൂസ് നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ -30 ആണ്. സോ എക്സ് ബാർ ഈക്വൽ ടു ഇക്വേഷൻ എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ. സോ എയുടെ വാല്യൂ നമ്മൾ എടുത്തത് 50 പ്ലസ് സിഗ്മ ഡി ടേബിളിൽ നമുക്ക് കിട്ടും -30 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 10 ഒബ്സർവേഷൻ. സിഗ്മ ഡി ബൈ 10 അല്ലെങ്കിൽ സിഗ്മ ഡി ഡിവൈഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ -30/10 എന്ന് പറഞ്ഞാൽ
-3 ആണ്. സോ 50 - 3 47. സെയിം വാല്യൂ, സെയിം ആൻസർ തന്നെ 47. x bar is 47. ദെൻ ഈ മെത്തേഡ് തന്നെ ഇപ്പം വാല്യൂസ് ഇവിടെ 10, 15, 20 കുറച്ച് വലിയ വാല്യൂസ് ആയെന്ന് പറയാം ഇവിടെ അല്ലേ. 10, 15 ഇതിൻ്റെ നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസും വരുമ്പോൾ ആഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. എന്താണ് ഇവിടെ നിന്നുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് കോളം എക്സ് തന്നെ എഴുതി, അതിനകത്ത് ഒരു വാല്യൂവിനെ അസ്യൂംഡ് മീൻ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. ഇതിലുള്ള വാല്യൂസോ ഇതിൽ ഇല്ലാത്ത ഏത് വാല്യൂസും മിഡിലായിട്ട് വരുന്ന ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. മിഡിൽ എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ഓർഡറിൻ്റെ മിഡിലല്ല ഉദ്ദേശിക്കുന്നത്, ഏറ്റവും ചെറിയ വാല്യൂ ഏറ്റവും വലിയ വാല്യൂ നോക്കാം. ഈ വാല്യൂസിൽ ഏറ്റവും ചെറിയ വാല്യൂ 20, ഏറ്റവും വലിയ വാല്യൂ 75 ആണ്. അതിൻ്റെ ഒരു മിഡിലായിട്ട് വരുന്നത് കൊണ്ടാണ് 50 എടുത്തിരിക്കുന്നത്. അല്ലാതെ ഓർഡർ അല്ല നോക്കട്ടെ. ഇവിടെ 40, 35, 40 അങ്ങനെ തന്നിരിക്കുന്നതിൽ മിഡിലല്ല, ലീസ്റ്റ് വാല്യൂ ഹയസ്റ്റ് വാല്യൂ നോക്കിയിട്ട് അതിൻ്റെ മിഡിലായിട്ട് വരുന്ന ഒരു വാല്യൂവിനെ സെലക്ട് ചെയ്തു. ദെൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അസ്യൂംഡ് മീൻ മെത്തേഡിൽ പറഞ്ഞു. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ x - a, x - 50 അത് ചെയ്തു. സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. ഇനി ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ d എന്നുള്ള വാല്യൂസിനെ നമ്മൾ ഒന്നും കൂടി ചെറുതായിട്ട് സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നു. അതായത് ഡിയുടെ നമുക്ക് കിട്ടിയ വാല്യൂസ് നോക്കുക, 10, 15, 10, 20 അങ്ങനെയാണ് വാല്യൂസ് അല്ലേ. ഇതിലെല്ലാം കോമൺ ആയിട്ട് വരുന്നത് ഏതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ്? 5ൻ്റെ വരാം, അല്ലെങ്കിൽ 10ൻ്റെ മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ 15 ഏത് മൾട്ടിപ്പിൾസ് വേണമെങ്കിലും പ്രോബ്ലത്തിന് ഡിപ്പെൻഡ് ചെയ്ത് വരാം. ഇവിടെ വന്നിരിക്കുന്ന കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ നമ്മൾ ആ 5 കൊണ്ട് എല്ലാ നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യുന്നു. സോ സി എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ് എടുക്കുന്നത്. സോ ഡി ഡാഷ് ഈക്വൽ ടു d/c. അതായത് ഡി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോളത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ്, സി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോമൺ ഫാക്ടറായ 5. സോ ഓരോ വാല്യൂസിനെ 10നെ 5 കൊണ്ട്, 15നെ 5 അങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതുന്നു. ഇനി അതിൻ്റെ സിഗ്മ ഡി ഡാഷ് എന്താണ്? സിഗ്മ ഡി ഡാഷ് എടുക്കാൻ കാരണം നമ്മുടെ ഇക്വേഷൻ അങ്ങനെയാണ്, a + സിഗ്മ ഡി ഡാഷ് ആണ്. അതുകൊണ്ടാണ് ഡി ഡാഷിൻ്റെ സം എടുത്തത്. ഇനി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. x bar = a + സിഗ്മ ഡി ഡാഷ് ബൈ n ഇൻറ്റു സി. എയുടെ വാല്യൂ 50, സിഗ്മ ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന സമ്മ്, n എന്ന് പറഞ്ഞാൽ എത്ര ഒബ്സർവേഷൻസ് വരുന്നു? 10. സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എടുത്ത കോമൺ ഫാക്ടർ. ഇവിടെ വരുന്ന കോമൺ ഫാക്ടർ 5, 10, 15 ഏത് വേണമെങ്കിലും എടുക്കാം. ഈ പ്രോബ്ലത്തിൽ നമ്മൾ എടുക്കുന്നത് 5 ആണ്. സോ കോമൺ ഫാക്ടർ ചെയ്യുമ്പോൾ ആൻസർ 47. 3 മെത്തേഡ്സ് ചെയ്തപ്പോഴും ഡയറക്റ്റ് മെത്തേഡ് ചെയ്താലും അസ്യൂംഡ് മീൻ മെത്തേഡ് ചെയ്താലും സ്റ്റെപ്പ് ഡീവിയേഷൻ ചെയ്താലും സെയിം ആൻസർ ആണ്. വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്ത് ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്കത് ചെയ്യാവുന്നതാണ്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദ ഫോളോയിങ് ഡേറ്റ ഓഫ് മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ 60 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ്. ഒരു ക്ലാസ്സിലെ 60 കുട്ടികളുടെ മാർക്സ് ആണ്. ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. മാർക്സ് എന്ന് പറഞ്ഞാൽ 20, 30, 40 എക്സെട്ര 70 വരെ തന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു കോളം കൂടി ഉണ്ട്. ഇവിടെ എന്താ? നമ്പർ ഓഫ് സ്റ്റുഡൻസ്. 20 മാർക്ക് കിട്ടിയ 8 കുട്ടികൾ, 30 മാർക്ക് കിട്ടിയ 12. അതായത് ഇതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലേ. ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ വാല്യൂസ് ആണെങ്കിൽ നമ്മൾ പഠിച്ചത് ഏത് മെത്തേഡാണ്? ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. സോ അരിത്തമെറ്റിക് മീൻ ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ നമ്മൾ പഠിച്ചു. അരിത്തമെറ്റിക് മീൻ ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ 3 മെത്തേഡ്സ് ചെയ്യാം. അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു. ഇക്വേഷനിലുള്ള ഡിഫറൻസ് എന്താ? എക്സിനോട് കൂടി ഒരു എഫ് ഫ്രീക്വൻസി എന്നുള്ള ടേമും കൂടി മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ. വേറെ ഡിഫറൻസ് ഒന്നും അതിനകത്ത് ഇൻഡിവിജ്വൽ സീരീസിൽ നിന്ന് വരുന്നില്ല. ഇനി ഫ്രീക്വൻസി വരുമ്പോൾ എന്താണ്? എക്സിനോടൊപ്പം എഫ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓരോ ഇക്വേഷനിലും സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം എഫും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സിഗ്മ കണ്ടുപിടിക്കുക. ഇവിടെ എഫും ഡി മൾട്ടിപ്ലൈ ചെയ്ത് സിഗ്മ കണ്ടുപിടിക്കുക. ഇവിടെ എഫ് ഡി ഡാഷ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിഗ്മ ചെയ്യുക. 3 മെത്തേഡിൻ്റെ കമ്പാരിസൺ ഇവിടെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ നമുക്കറിയാം. ഫസ്റ്റ് കോളം എക്സ് എഴുതി, സെക്കൻഡ് കോളം എഫ് എഴുതി. ഇനി എന്താ? എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. 2 കോളംസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. ഇനി ഇക്വേഷനിൽ നമുക്ക് ആവശ്യം സിഗ്മ എഫ് എക്സ്. അതുകൊണ്ട് എന്ത് ചെയ്തു? സിഗ്മ എഫ് എക്സ് തേർഡ് കോളം സം ചെയ്തെഴുതി. അതുപോലെ തന്നെ സിഗ്മ എഫിൻ്റെ കോളം സം ചെയ്തെഴുതി. ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് x bar = 2460 / 60 ചെയ്യുമ്പോൾ ആൻസർ 41 എന്ന് കിട്ടും. സെക്കൻഡ് അസ്യൂംഡ് മീൻ മെത്തേഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇൻഡിവിജ്വൽ സീരീസിൽ എന്താണ് ഡിഫറൻസ് വരുന്നത്? ഒരു വാല്യൂവിനെ അസ്യൂം ചെയ്തെടുക്കുക. എക്സിലുള്ള ഒരു വാല്യൂവിനെ ഏകദേശം 20 to 70 ഉള്ളതുകൊണ്ട് 40 എന്നുള്ള വാല്യൂവിനെ ഞാൻ സെലക്ട് ചെയ്തത്. നമുക്ക് 50യോ ഇതിന് ഇല്ലാത്തൊരു വാല്യൂസ് മിഡിലായിട്ട് വരുന്ന ഒരു വാല്യൂ വേണമെങ്കിൽ സെലക്ട് ചെയ്യും. ഫസ്റ്റ് കോളം എക്സ് അസ്യൂംഡ് മീൻ സെലക്ട് ചെയ്തു. ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എടുത്തെഴുതി. നെക്സ്റ്റ് ഡീവിയേഷൻ വേണം. അസ്യൂംഡ് മീൻ ആണെങ്കിൽ അവിടെ ഡീവിയേഷൻ വേണം. ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് എക്സ് മൈനസ് അസ്യൂംഡ് മീൻ. സോ എക്സ് മൈനസ് ഇവിടുത്തെ അസ്യൂംഡ് മീൻ 40 ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്തെഴുതി. നെക്സ്റ്റ് കോളം ഇക്വേഷനകത്ത് എഫ് ഡി ആണ്, അതുകൊണ്ട് എഫ് ഇൻറ്റു ഡി ചെയ്തെഴുതി.
നെഗറ്റീവ് വാല്യൂസ് പോസിറ്റീവ് വാല്യൂസ് ഉണ്ട്, അതിനെ സം ചെയ്ത് എഴുതി. സോ എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ടി ബൈ എഫ് ചെയ്യുമ്പം ആൻസർ 41 തന്നെ കിട്ടുന്നു. സെയിം ആൻസർ ഡയറക്റ്റ് മെത്തേഡിൽ കിട്ടിയ സെയിം ആൻസർ തന്നെ കിട്ടുന്നു. ഇനി ഇവിടെയും വാല്യൂസിൽ ഡീവിയേഷൻ ഡിയിലേക്ക് നോക്കുക. 20, 10, 30 എന്നുള്ള വാല്യൂസ് അവിടെ എല്ലാം കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് 5ഉം വരാം 10ഉം വരാം. 10 ആണ് കൂടുതൽ, 10ന്റെ മൾട്ടിപ്പിൾസ് ആണ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യാൻ ഈസി ആയിട്ടുള്ളത്. സോ നമുക്കിവിടെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ എന്താണ് എക്സും എഫും എഴുതി, അസ്യൂംഡ് മീൻ എഴുതി, ഡീവിയേഷൻ എഴുതി. നെക്സ്റ്റ് ഡി ഡാഷ് എന്ന് പറയുമ്പോൾ കോമൺ ഫാക്ടർ 10 ഡിവൈഡ് ചെയ്ത് എഴുതി. ഓരോ വാല്യൂസിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതിയപ്പോൾ നമുക്കതിനെ 2, 1 എന്നുള്ള സിമ്പിൾ നമ്പേഴ്സ് കിട്ടി. അന്നേരം ഇനിയിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ എഫ് ഇൻറ്റു ഡി ഡാഷ് എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ കുറച്ചും കൂടി ഈസി ആയിട്ട് മാറി. എന്നിട്ട് സിഗ്മ എഫ് ഡി ഡാഷ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം എക്സ് ബാർ എന്നുള്ള ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ സിഗ്മ എഫ് ഇൻറ്റു സി. സി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എടുത്തത് 10 ആണ്. സോ ടോട്ടൽ ആൻസർ ഈസ് 41. 3 മെത്തേഡ് ചെയ്താലും സെയിം ആൻസർ. നെക്സ്റ്റ് മെത്തേഡ് എന്താണ്? കണ്ടിന്യൂസ് സീരീസ്. ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ. ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് സീരീസ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്താണ് തന്നിരിക്കുന്ന വാല്യൂസ്? ക്ലാസ് ഇന്റർവെൽസ് ആയിട്ടാണ്. 0 to 10, 10 to 20 അങ്ങനെ ക്ലാസ് ഇന്റർവെൽസ് ആയിട്ടാണ് തരുന്നത് അല്ലേ? സോ അത് കണ്ടിന്യൂസ് സീരീസ് ആണെന്ന് മനസ്സിലായി. കണ്ടിന്യൂസ് സീരീസ് ആണെന്ന് മനസ്സിലായാൽ അതിനെ നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഡയറക്റ്റ് ചൂസ് ചെയ്യാം, അസ്യൂംഡ് ചൂസ് ചെയ്യാം, സ്റ്റെപ്പ് ഡീവിയേഷൻ ചൂസ് ചെയ്യാം. ഡയറക്റ്റ് മെത്തേഡ് ആകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? സിഗ്മ എഫ് എം ബൈ എഫ്. സിഗ്മ എക്സ് നേരത്തെ നമ്മൾ എഫ് എക്സ് ആയിരുന്നു ചൂസ് ചെയ്തിരുന്നത്. ഇവിടെ എന്താണ്? സിഗ്മ എഫ് എം. എം വരാൻ കാരണം എന്താണ്? ഇവിടെ കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസ് ആകുമ്പം ക്ലാസ് ഇന്റർവെൽ ആണ് തരുന്നത്. ക്ലാസ് ഇന്റർവെൽ ആകുമ്പം ഒരു വാല്യൂവിനെ നമ്മൾ മിഡിൽ വാല്യൂ ആയിട്ട് ചൂസ് ചെയ്യണം. മിഡിൽ വാല്യൂ അല്ലെങ്കിൽ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യത്തെ ക്ലാസ് 0 to 10. ഇതിന്റെ മിഡ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ രണ്ട് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 0 plus 10, 10 ഡിവൈഡഡ് ബൈ 2, 5. 10 plus 20, 10 plus 20 എന്ന് പറഞ്ഞാൽ 30, 30യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15. അങ്ങനെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മിഡ് പോയിന്റ് കിട്ടുന്നതാണ്. സോ എമ്മിന്റെ കോളം കിട്ടി. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇക്വേഷനിലേക്ക് നോക്കുക. എഫ് എം എന്നാണ് ഇക്വേഷനിലുള്ളത്. അതുകൊണ്ട് എന്താ? എഫും എമ്മും കൂടി ഇൻറ്റു ചെയ്ത് എഴുതുക. ദാറ്റ് ഈസ് ദ 4th കോളം. എന്നിട്ട് അതിന്റെ സിഗ്മ സം ചെയ്യുക. സിഗ്മ എഫ് എം ചെയ്യുക. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. x bar equal to 3300 divided by 100. Answer is 33. Then assumed mean മെത്തേഡിലാകുമ്പോൾ ഡിഫറൻസ് എന്താ വരുന്നത്? നമ്മൾ പറഞ്ഞ അസ്യൂംഡ് മീൻ ആയിട്ട് ഒരു മീനിനെ സെലക്ട് ചെയ്യണം അല്ലേ? ഫസ്റ്റ് ഫ്രീക്വൻസി എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാൻ മാർക്സ് എന്നുള്ള കോളം എഴുതിയിട്ടില്ല. സെക്കൻഡ് ഫ്രീക്വൻസി എന്നുള്ള കോളം എഴുതി. അത് കഴിഞ്ഞിട്ട് എന്താ? മിഡ് വാല്യൂ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള വാല്യൂസിൽ നിന്ന് ഒരു വാല്യൂവിനെ മിഡ് വാല്യൂവിൽ നിന്നാണ് അല്ലെങ്കിൽ മിഡ് പോയിന്റ്സിന്റെ വാല്യൂസിൽ നിന്നാണ് ഒരു വാല്യൂവിനെ അസ്യൂംഡ് മീൻ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അത് ശ്രദ്ധിക്കുക. സെയിം തന്നെ പ്രൊസീജിയർ. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എം മൈനസ് എ. നേരത്തെ നമ്മൾ എക്സ് മൈനസ് എ ചെയ്തെടുത്ത് ഇവിടെ എം മൈനസ് എ എന്ന് ചെയ്യുക. എം എന്ന് പറഞ്ഞ വാല്യൂസ് സെക്കൻഡ് കോളത്തിലുണ്ട്. എ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്ത വാല്യൂ 35 സബ്ട്രാക്ട് ചെയ്ത് എഴുതി. ഈ ഇക്വേഷനിൽ നമുക്ക് സിഗ്മ എഫ് ഡി ആണ് വേണ്ടത്. അതുകൊണ്ട് എഫ് ഇൻറ്റു ഡി ചെയ്തു. അതിന്റെ സം കണ്ടുപിടിച്ചു. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ 33. ഇനി ഡീവിയേഷൻ. ഇവിടെ ഡീവിയേഷനിലേക്ക് നോക്കുക. ഇവിടെ ഒരു കോമൺ ഫാക്ടർ, കോമൺ മൾട്ടിപ്പിൾ ഉണ്ട്. 30, 20, 10 ഇതെല്ലാം 10ന്റെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടുത്തെ കോമൺ ഫാക്ടർ സി ആയിട്ട് 10 എടുക്കാം അല്ലെ? അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് ഡീവിയേഷനിൽ എന്താ ഡിഫറൻസ് വരുന്നത്? ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി ബൈ 10. സോ എഫ് ഇൻറ്റു ഡി ഡാഷ്. ഇക്വേഷനിൽ എഫ് ഇൻറ്റു ഡി ഡാഷ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എഫിന്റെ കോളവും ഡി ഡാഷിന്റെ കോളവും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എഫ് ഡി ഡാഷ് എന്ന കോളം ഫില്ല് ചെയ്യാം. ദെൻ അതിന്റെ സമ സിഗ്മ എടുക്കുക. എക്സ് ബാർ എന്നുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 33 എന്നുള്ള ആൻസർ. ഏത് മെത്തേഡ് ആയാലും, ഏത് വലിയ നമ്പേഴ്സ് ആയാലും ചെറിയ നമ്പേഴ്സ് ആയാലും ഏത് മെത്തേഡിൽ ചെയ്താലും സെയിം ആൻസർ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഏറ്റവും മനസ്സിലായ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുക. അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. വളരെ ഈസി ആയിട്ട് അരിത്തമെറ്റിക് മീനിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Okay, thank you. Good morning, students. In last class, we discussed about measures of central tendency. So what do you mean by measure of central tendency? It is a single value that represent the entire data. And which are the most commonly used measures of central tendency? Arithmetic mean, median and mode. കഴിഞ്ഞ ക്ലാസ്സിൽ അരിത്തമെറ്റിക് മീൻ ഡെഫിനിഷനും അതിൻ്റെ പ്രോബ്ലംസ് ഡിഫറെൻറ്റ് സീരീസിലുള്ള പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ വാട്ട് യു മീൻ ബൈ മീഡിയൻ, മീഡിയൻ എന്താണെന്നും അതിൻ്റെ ഓരോ സീരീസിലുള്ള പ്രോബ്ലംസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി മൂവ് ഓൺ ടു അവർ ക്ലാസ്. മീഡിയൻ.
What do you mean by median? Median refers to the middle value in a distribution. Median means middle value. Median എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മിഡിൽ വാല്യൂ ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് എ പൊസിഷണൽ ആവറേജ് ആൻഡ് ഇറ്റ് സ്പ്ലിറ്റ്സ് ദ ഒബ്സർവേഷൻസ് ഇൻടു 2 halves. ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മിഡിൽ വാല്യൂ ആണ് മീഡിയൻ എങ്കിൽ ആ മിഡിൽ വാല്യൂ ആ ഡിസ്ട്രിബ്യൂഷനിലെ നമ്പേഴ്സിനെ 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു മാറ്റുന്നു. സോ മീഡിയൻ മീൻസ് middle value. It is also known as positional average and it splits the observations into 2 equal halves. Okay. Then ഇനി ഇതിന്റെ പ്രോബ്ലംസ് ഓരോ സീരീസിലും നമുക്കറിയാം 3 different types of series ഉണ്ട്. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. ഈ ഓരോ സീരീസിലും മീഡിയൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽ സീരീസ് എന്താണ്? ഇൻഡിവിജ്വൽ സീരീസ് എന്ന് നമുക്കറിയാം. എന്താ തന്നിരിക്കുന്ന വാല്യൂസ്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് പർട്ടിക്കുലർ വാല്യൂസ് ആണെങ്കിൽ അതിനെ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നു, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n plus 1 by 2th item. മീഡിയൻ ഈക്വൽ ടു സൈസ് ഓഫ് n plus 1 by 2th ഐറ്റം. n plus 1 by 2th ഐറ്റത്തിന്റെ സൈസിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് വിളിക്കുന്നത്. സോ ഫസ്റ്റ് അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് അറേഞ്ച് ഡേറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. തന്നിരിക്കുന്ന ഡേറ്റയെ അസെൻഡിങ്ങിലോ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. ജനറലായിട്ട് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നെങ്കിലും ഈസി ആയിട്ട് പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് അസെൻഡിങ് ഓർഡർ തന്നെയാണ്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്ക് തന്നിരിക്കുന്ന ഡേറ്റയെ അറേഞ്ച് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. Example, given data values are 6, 8, 10, 4, 2, 14, 12. ഇതാണ് തന്നിരിക്കുന്ന ഡേറ്റ. ഫൈൻഡ് മീഡിയൻ. ഇതാണ് ക്വസ്റ്റ്യൻ, അല്ലെ? നോക്കിയേ, തന്നിരിക്കുന്ന വാല്യൂസ് 6, 8, 10 അങ്ങനെ പർട്ടിക്കുലർ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് എ ഇൻഡിവിജ്വൽ സീരീസ്. തന്നിരിക്കുന്ന വാല്യൂസ് പർട്ടിക്കുലർ വാല്യൂസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് വിളിക്കുന്നു. ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇൻഡിവിജ്വൽ സീരീസിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. 7 നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. സോ ഹിയർ n ഈസ് ഈക്വൽ ടു 7. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാണ്? 7. 7 യു നോ ദാറ്റ് 7 ഈസ് ആൻ ഓഡ് നമ്പർ. 7 എന്ന് പറഞ്ഞൊരു ഒറ്റ സംഖ്യയാണ്, അല്ലെ? സോ ഹൗ ടു ഫൈൻഡ് മീഡിയൻ ഇഫ് n ഈസ് ഓഡ്? എന്നിന്റെ വാല്യൂ ഓഡ് നമ്പർ ആയാൽ എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഡേറ്റ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിലേക്ക് അറേഞ്ച് ചെയ്ത് എഴുതണം. സോ അസെൻഡിങ് ഓർഡർ ഓഫ് ദിസ് ഡിസ്ട്രിബ്യൂഷൻ, ഇതിന്റെ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ 2, 4, 6, 8, 10, 12, 14 തന്നിരിക്കുന്ന നമ്പറിനെ അസെൻഡിങ് ഓർഡറിലേക്ക് എഴുതി. ഇനി നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 7 ആണ്. 7 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആണ്. സോ നിങ്ങൾ വാല്യൂസിലേക്ക് നോക്കിയേ, ഇതിന്റെ മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് 2, 4, 6. ഇവിടെ 10, 12, 14, അല്ലെ? സോ ഹിയർ ദർ ഈസ് ഓൺലി 1 മിഡിൽ വാല്യൂ 8, അല്ലെ? ഇവിടെ ഒരേ ഒരു മിഡിൽ വാല്യൂ ഉണ്ടാകൂ 8 എന്നുള്ളത്. ഇനി അത് ഇക്വേഷൻ വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, ഇതിപ്പോ ചെറിയ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മിഡിൽ വാല്യൂ കണ്ടുപിടിക്കും. കുറച്ചധികം നമ്പേഴ്സ് വരുമ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നമുക്ക് മിഡിൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്യണം, അല്ലെ? സോ മീഡിയൻ അല്ലെങ്കിൽ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചത്? സൈസ് ഓഫ് n plus 1 by 2th item. സോ വിച്ച് ഈസ് ഈക്വൽ ടു n നമ്മൾ പറഞ്ഞു എത്രയാണ്? 7 നമ്പേഴ്സ്, അല്ലെ? എത്ര വാല്യൂസ് ഉണ്ട്? 7 നമ്പേഴ്സ്. സോ 7 plus 1 whole by 2th item. 7 plus 1 എത്രയാണ്? 8. 8 by 2. 8 by 2 is equal to 4. So 4 അല്ല അതിന്റെ മിഡിൽ വാല്യൂ, 4th item. 4th item മീൻസ് എന്താണ്? തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ 4th item 1, 2, 3, 4. 4th item is 8. So the median is equal to 8. So if n is odd, മീഡിയൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. n plus 1 by 2th ഇക്വേഷനിലോട്ട് എന്നിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ അല്ല മീഡിയൻ, അതെന്ന് പറഞ്ഞാൽ ഐറ്റത്തെയാണ് നമ്മൾ അവിടുത്തെ മീഡിയൻ ആയിട്ട് കണക്കാക്കുന്നത്. Now second case, if n is even.
നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഈവൻ ആയാൽ എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഗിവൺ വാല്യൂസ് ആർ 14, 7, 24, 42, 8, 17, 15 and 28. Here the number of observations, ഇവിടുത്തെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 8 നമ്പേഴ്സ് ആണ് വരുന്നത്. വി നോ ദാറ്റ് 8 ഈസ് ആൻ ഈവൻ നമ്പർ. 8 ഒരു ഈവൻ നമ്പർ ആണ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇതിനെ അസെൻഡിങ് ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ 7, 8, 14, 15, 17, 24, 28, 42 ഇതിന്റെ മിഡിലായിട്ട് വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 15 and 17. രണ്ട് നമ്പേഴ്സ് അവിടെ മിഡിൽ നമ്പർ ആയിട്ട് വരും. ഓഡ് നമ്പറിന്റെ കേസിൽ നമ്മൾ നോക്കിയപ്പോൾ ഒരേ ഒരു നമ്പർ മാത്രമേ മിഡിൽ ഐറ്റമായിട്ട് വന്നുള്ളൂ. എന്നാൽ ഈവൻ നമ്പർ ഉള്ള കേസിൽ രണ്ട് വാല്യൂസ് മിഡിൽ നമ്പർ ആയിട്ട് വരുന്നുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ അതിന്റെ മീഡിയൻ എന്തായിരിക്കും? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആവറേജ് ഓഫ് ദാറ്റ് ടു നമ്പേഴ്സ്. ആ രണ്ട് നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കണം. അതായത് ഇവിടുത്തെ മിഡിൽ വാല്യൂസ് 15 and 17 രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് 15 plus 17 divided by 2. 15 plus 17 is 32 divided by 2 is answer 16. ഇനി അതെങ്ങനെയാണ് ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ പഠിച്ചു മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സൈസ് ഓഫ് n plus 1 by 2th item. So median is equal to n plus 1 by 2th item. n is 8. n ന്റെ വാല്യൂ 8 ആണ്. So substitute n is equal to 8. 8 plus 1 by 2th item. 8 plus 1 എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 divided by 2. 9 divided by 2 is equal to 4.5. ഒരു ഡെസിമൽ നമ്പർ ആണ് കിട്ടുന്നത്. ഓഡ് നമ്പറിന്റെ കേസിൽ നമുക്ക് കിട്ടിയത് എന്താണ്? ഒരു ഇൻഡിവിജ്വൽ നമ്പർ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ നമ്പർ ആണ് കിട്ടിയിരുന്നത്. ഇവിടെ ഒരു ഡെസിമൽ നമ്പർ ആണ് വരുന്നത്. 4.5 ഐറ്റം. സോ 4.5 ഈസ് ഇൻ ബിറ്റ്വീൻ 4 and 5. 4.5 എന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പർ ഏതൊക്കെ നമ്പേഴ്സിനിടയിലാണ്? ഹോൾ നമ്പേഴ്സിനിടയിലാണ് 4 and 5. So we have to find out the fourth item and fifth item. അവിടുത്തെ ഫോർത്ത് ഐറ്റവും ഫിഫ്ത്ത് ഐറ്റവും കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന ഡേറ്റയെ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് വേണം ഫോർത്ത് ഐറ്റവും ഫിഫ്ത്ത് ഐറ്റവും കണ്ടുപിടിക്കാൻ. ഇവിടുത്തെ ഫോർത്ത് ഐറ്റം എന്ന് പറഞ്ഞാൽ 15 ആൻഡ് ഫിഫ്ത്ത് ഐറ്റം എന്ന് പറഞ്ഞാൽ 17. സോ ആ നമ്പേഴ്സിന്റെ ആവറേജ് 15 plus 17 divided by 2 is equal to 32 by 2 is equal to 16. So median is equal to 16. So മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സീരീസിൽ സൈസ് ഓഫ് n plus 1 by 2th ഐറ്റം ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന ഡേറ്റയെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം. നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ അസെൻഡിങ് ഓർഡർ തന്നെ എഴുതുക. ആൻഡ് ഇഫ് n ഈസ് ഓഡ്, എന്നിന്റെ വാല്യൂ ഓഡ് ആണെങ്കിൽ there is only one middle value. അവിടെ ഒരേ ഒരു മിഡിൽ വാല്യൂ ഉണ്ടാകുകയുള്ളൂ. ആൻഡ് ഇഫ് n ഈസ് ഈവൻ there are two middle values. രണ്ട് മിഡിൽ വാല്യൂസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ മിഡിൽ വാല്യൂസിന്റെ ആവറേജ് കണ്ടുപിടിക്കുക. ആവറേജ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സും ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ്, ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. As an example, find the value of median. Income 100, 140, 75, 200, 260, 190. And number of persons 24, 25, 15, 26, 30. ഇതാണ് ക്വസ്റ്റ്യൻ. മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക അത് ഏത് സീരീസ് ആണ്. ഇവിടെ എക്സ് വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി ഉണ്ട്. സോ ദിസ് ഈസ് എ ഡിസ്ക്രീറ്റ് സീരീസ്. ഒരു ഡിസ്ക്രീറ്റ് സീരീസ് ആണിത് അല്ലേ? ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിലും ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിലും മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സൈസ് ഓഫ് n plus 1 by 2th ഐറ്റം തന്നെയാണ്. ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെയാണ് ഡിസ്ക്രീറ്റ് സീരീസിലും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഡേറ്റ അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. തന്നിരിക്കുന്ന ഡേറ്റയെ അസെൻഡിങ് ഓർഡറിലേക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. ഇനി ഇൻഡിവിജ്വൽ സീരീസിൽ നിന്ന് ഇവിടെയുള്ള ഡിഫറൻസ് എന്താ? എക്സ് വാല്യൂസിനോടൊപ്പം കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫ്രീക്വൻസീസും കൂടെ ഉണ്ട് അല്ലേ? സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസീസ് ഹിയർ. ഇവിടെ ഫ്രീക്വൻസി ഉണ്ടായതുകൊണ്ട് മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അതിന്റെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. സോ ഫസ്റ്റ് കോളം നമ്മൾ അസെൻഡിങ് ഓർഡർ, തന്നിരിക്കുന്ന ഡേറ്റ ഇൻകം എന്നുള്ള കോളം അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതുന്നു. 75, 100, 140, 190, 200, 260.
അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി സെക്കൻഡ് കോളത്തിൽ ഫില്ല് ചെയ്തു. ഇനി അതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ഫ്രീക്വൻസി 15 സെയിം അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് വാല്യൂ ആയിട്ട് എഴുതി 15 തന്നെ എഴുതി. ഇനി 15 എന്നുള്ള ഫ്രീക്വൻസിയോടൊപ്പം സെക്കൻഡ് ഫ്രീക്വൻസി ആയി 24 ആഡ് ചെയ്യുന്നു. 15 പ്ലസ് 24 we get 39. Now add 39 and 25. 39 plus 25 64 and 64 plus 30 94. 94 plus 20 114. 114 plus 6 120. So 120 the total number of observations equal to 120. ഇങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ഫ്രീക്വൻസി അതുപോലെ എഴുതുന്നു. അതിനുശേഷം ഓരോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നെക്സ്റ്റ് ഫ്രീക്വൻസിയോടുകൂടി ആഡ് ചെയ്ത് എഴുതിയാൽ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കോളം ഫില്ല് ചെയ്യും. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടോട്ടൽ ലാസ്റ്റ് നമ്പർ 120 എന്നുള്ളത് ഇവിടുത്തെ ടോട്ടൽ എന്നിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഡിസ്ക്രീറ്റ് കേസിൽ ഫസ്റ്റ് ഡേറ്റയെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതി. അതിനുശേഷം സെക്കൻഡ് കോളം ഫ്രീക്വൻസി, ദെൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നു. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n പ്ലസ് 1/2th ഐറ്റം വിച്ച് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് എന്നിന്റെ വാല്യൂ ഇവിടെ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 120. സോ 120 പ്ലസ് 1/2th ഐറ്റം വിച്ച് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് 120 പ്ലസ് 1 ഈസ് 121/2 വിച്ച് ഈസ് ഈക്വൽ ടു 121 ഡിവൈഡഡ് ബൈ 2 60.5. ഇവിടെ ഒരു ഡെസിമൽ നമ്പറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ, 60.5. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇവിടുത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കോളത്തിൽ ഏത് വാല്യൂയിലാണോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാം. 60.5 എന്നുള്ള വാല്യൂ ഇവിടുത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 64 എന്നുള്ള വാല്യൂവിനകത്താണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ 60.5 ഈസ് ഇൻക്ലൂഡഡ് ഇൻ 64. 64നകത്താണ് 60.5 എന്നുള്ള വാല്യൂ വന്നിരിക്കുന്നത്. സോ അവർ മീഡിയൻ ഈസ് കറസ്പോണ്ടിങ് ടു ദിസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആയിരിക്കും. ഇവിടെ 64ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ഏതാണ്? 140. സോ മീഡിയൻ ഈസ് ഈക്വൽ ടു 140. ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് തന്നിരിക്കുന്ന ഡേറ്റ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എഴുതിയിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ഇനി കിട്ടുന്ന വാല്യൂ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ വാല്യൂസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മീഡിയൻ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി സൈസ് ഓഫ് n പ്ലസ് 1/2th ഐറ്റം എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കിട്ടുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിന്റെ സൈസ്, അതായത് 60.5 എന്നുള്ള വാല്യൂ ആണെങ്കിൽ ആ വാല്യൂ ഏത് നമ്പറിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അതായത് ഇവിടെ കിട്ടുന്ന നമ്പറിന് ഗ്രേറ്റർ ആയിട്ട് വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക. ഇതിന് തൊട്ട് മുകളിലേക്ക് വരുന്ന നമ്പർ ഏതാണ്? 60.5ന്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ, ഗ്രേറ്റർ നമ്പർ എന്ന് പറഞ്ഞാൽ 64 ആണ്. അങ്ങനെയാണെങ്കിൽ ആ 64ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. സോ മീഡിയൻ ഈസ് ഈക്വൽ ടു 140. Okay, now third case, how to find median in continuous series. Continuous സീരീസിൽ മീഡിയൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും മീഡിയൻ കണ്ടുപിടിക്കാൻ സൈസ് ഓഫ് n പ്ലസ് 1/2th ഐറ്റം എന്നുള്ളതായിരുന്നു ഇക്വേഷൻ. എന്നാൽ കണ്ടിന്യൂസ് സീരീസിലെ ഇക്വേഷൻ ഡിഫറെന്റ് ആണ്. മീഡിയൻ ഈസ് ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് CF/F ഇൻറ്റു H. എന്താണ് ഈ ടേംസ്? L n/2 CF/F ഇൻറ്റു H. ഓരോ ടേംസ് നോക്കാം. L എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് L? L ഡിനോട്ട്സ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ്. എന്താണ് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്? സൈസ് ഓഫ് n/2 ഐറ്റം ഇൻക്ലൂഡഡ്.
നേരത്തെ നമ്മൾ പറഞ്ഞു 2 സീരീസിലും n+1/2 ഐറ്റമാണ്, അതിന്റെ സൈസാണ് മീഡിയൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സൈസ് ഓഫ് n/2th ഐറ്റം. n/2th ഐറ്റം ശ്രദ്ധിക്കാം, ഇവിടെ കണ്ടിന്യൂസ് സീരീസിലെ n/2th ഐറ്റത്തിലാണ് മീഡിയൻ ക്ലാസ് അല്ലെങ്കിൽ മീഡിയൻ വാല്യൂ ഇൻക്ലൂഡ് ചെയ്യുന്നത്. Then CF എന്ന് പറഞ്ഞാൽ എന്താ? CF means cumulative frequency of the class just preceding the median class. മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുന്നിലായിട്ട്, ജസ്റ്റ് പ്രിസീഡിങ് തൊട്ട് മുന്നിലായിട്ട് വരുന്ന ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് CF എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. നൗ F എന്ന് പറഞ്ഞാൽ എന്താണ്? F മീൻസ് ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസിയാണ് F എന്ന് പറയുന്നത്. ആൻഡ് H ഡിനോട്ട്സ് ദ ക്ലാസ് ഇന്റർവൽ ഓഫ് ദ മീഡിയൻ ക്ലാസ്. H എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസിന്റെ ക്ലാസ് ഇന്റർവൽ. ആസ് ആൻ എക്സാമ്പിൾ, കാൽക്കുലേറ്റ് മീഡിയൻ ഫ്രം ദി ഫോളോയിങ് ഡേറ്റ. തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ: ക്ലാസ് 5 to 9, 10 to 14, 15 to 19, 20 to 24, etc. and given frequencies 8, 12, 23, 12, 7, 5 and 3. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ക്ലാസ്സസ് അല്ലെങ്കിൽ എക്സ് വാല്യൂസ് ഒരു ക്ലാസ് ഇന്റർവെൽസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ വി നോ ദാറ്റ് ഇഫ് ദ വാല്യൂസ് ആർ ഇൻ ക്ലാസ് ഇന്റർവെൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സീരീസ്. തന്നിരിക്കുന്ന വാല്യൂസ് ക്ലാസ് ഇന്റർവെല്ലാണെങ്കിൽ അതൊരു കണ്ടിന്യൂസ് സീരീസ് ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? തന്നിരിക്കുന്ന ക്ലാസ് ഇന്റർവെല്ലിലെ വാല്യൂസിലേക്ക് നോക്കുക. അത് ഇൻക്ലൂസീവ് ഫോം ആണോ എക്സ്ക്ലൂസീവ് മെത്തേഡ് ആണോ എന്ന്. നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ അത് എക്സ്ക്ലൂസീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ 5, 9, 10, 14 ഇവിടെ ഇൻക്ലൂസീവ് ഫോമിലാണ് ക്ലാസ് വാല്യൂസ് തന്നിരിക്കുന്നത് അല്ലേ. സോ ഇതിനെ എങ്ങനെയാണ് എക്സ്ക്ലൂസീവ് മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? അതിന്റെ ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്യുക, അപ്പർ ലിമിറ്റിനോട് കൂടി 0.5 ആഡ് ചെയ്യുക. സോ ഫസ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്ത് എക്സ്ക്ലൂസീവ് ഫോമിലോട്ട് ചേഞ്ച് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് കോളം ക്ലാസ് എന്ന് എഴുതി. ഇൻക്ലൂസീവ് ഫോമിനെ എക്സ്ക്ലൂസീവിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്തു. 5ൽ നിന്ന് 0.5 പോയാൽ 4.5 ആൻഡ് അപ്പർ ലിമിറ്റ് 9ന്റെ കൂടെ 0.5 ആഡ് ചെയ്താൽ 9.5. സോ ഫസ്റ്റ് ക്ലാസ് ചേഞ്ചസ് ടു 4.5 to 9.5. സെക്കൻഡ് ക്ലാസ് 9.5 to 14.5. ഓരോ ക്ലാസ്സിലെ ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്ത് അപ്പർ ലിമിറ്റിനോട് കൂടി 0.5 ആഡ് ചെയ്താൽ ഫസ്റ്റ് കോളം ഫില്ല് ചെയ്യാം. അതായത് ഇൻക്ലൂസീവ് ഫോമിനെ കൺവേർട്ട് ചെയ്ത് എക്സ്ക്ലൂസീവ് ഫോമിലേക്ക് മാറ്റാം. എക്സ്ക്ലൂസീവ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണം മീഡിയൻ കണ്ടുപിടിക്കാൻ. സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ കോളം 8, 12, 23, 12, 7, 5, 3. ഓക്കെ. ദെൻ തേർഡ് കോളം എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 8, 20, 43 ആഡ് ചെയ്ത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ആൻഡ് ടോട്ടൽ n ഈസ് ഈക്വൽ ടു സിഗ്മ എഫ്. എഫിന്റെ സമ്മാണ് n എന്ന് പറയുന്നത് എത്രയാണ്? 70. ഓക്കെ. നൗ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n/2th ഐറ്റം. അല്ലെങ്കിൽ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? n/2th ഐറ്റത്തിന്റെ സൈസ് കണ്ടുപിടിക്കണം. n ഈസ് ഈക്വൽ ടു 70 ആണ്. സോ 70/2th ഐറ്റം ഈക്വൽ ടു 35th ഐറ്റം. ഫസ്റ്റ് തന്നെ എന്താ കണ്ടിന്യൂസ് സീരീസിൽ കണ്ടുപിടിക്കേണ്ടത്? മീഡിയൻ ക്ലാസ്. സോ n/2ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. n/2ന്റെ വാല്യൂ 35 എന്നാണ് കിട്ടുന്നത്. നമ്മുടെ ടേബിളിലേക്ക് നോക്കാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 35 എന്നുള്ള വാല്യൂ ഏത് വാല്യൂയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഏത് വാല്യൂയിലാണ്? 35ന് തൊട്ട് ഗ്രേറ്റർ ആയിട്ട് വരുന്ന വാല്യൂ 43 അല്ലെ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ്സിനെയാണ് നമ്മൾ അവിടുത്തെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. 35 ഈസ് ഇൻക്ലൂഡഡ് ഇൻ 43. 35 എന്ന് പറയുന്നത് 43ക്കകത്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് എന്ന് പറഞ്ഞാൽ 14.5 to 19.5. സോ മീഡിയൻ ക്ലാസ് ഈസ് 14.5. ഇനി ഈ ഒരു ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷനിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ മീഡിയൻ ക്ലാസ് 14.5 to 19.5 ആണ്. ഇനി ഇക്വേഷനിലെ കുറച്ച് ടേംസ് കണ്ടുപിടിക്കണം. എൽ എന്ന് പറഞ്ഞാൽ എന്താ? ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് ഏതാണ്? 14.5. ഇനി എന്നിന്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 70 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി CF എന്നുള്ളത്
cumulative frequency of the class just preceding the median class. മീഡിയം ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള ക്ലാസ്സിന്റെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് സി എഫ് എന്നെടുക്കുന്നത്. സോ സി എഫിന്റെ വാല്യൂ 20. സി എഫ് ഈസ് ഈക്വൽ ടു 20. ഇനി എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദി മീഡിയം ക്ലാസ്. മീഡിയം ക്ലാസിന്റെ ഫ്രീക്വൻസി ഇവിടെ എത്രയാണ്? 23. സോ എഫ് ഈസ് ഈക്വൽ ടു 23. എച്ച് മീൻസ് എന്താ? ക്ലാസ് ഇന്റർവൽ ഓഫ് ദ മീഡിയം ക്ലാസ്. മീഡിയം ക്ലാസിന്റെ ക്ലാസ് ഇന്റർവൽ. ഇവിടുത്തെ ക്ലാസ് വിഡ്ത്ത് എത്രയാണ് വരുന്നത്? 5. സോ എച്ച് ഈസ് ഈക്വൽ ടു 5, n equal to 70, n by 2 equal to 35 and L is equal to 14.5. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ L plus n by 2 minus CF by F into H. Lന്റെ വാല്യൂ 14.5 plus 35 minus 20 by 23 into 5 which is equal to 14.5 plus 3.26 which is equal to 17.76. So median of this continuous series is 17.76. So median കണ്ടിന്യൂസ് സീരീസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഡിവിജ്വലും ഡിസ്ക്രീറ്റ് കേസിലും സൈസ് ഓഫ് n+1/2 ഐറ്റം ആണെങ്കിൽ കണ്ടിന്യൂസ് സീരീസിൽ n/2 ഐറ്റം ആണ്. ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും അസെൻഡിങ് ഓർഡറിലേക്ക് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ മീഡിയൻ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഡേറ്റാസ് അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. തന്നിരിക്കുന്ന ക്ലാസ് ഇന്റർവൽ ശ്രദ്ധിക്കുക. ഇൻക്ലൂസീവ് ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ എക്സ്ക്ലൂസീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. എക്സ്ക്ലൂസീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിന്റെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ഇനി ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ n/2 ഐറ്റം ത്തിന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ n/2 ഐറ്റം ഏത് വാല്യൂവിലാണോ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ്സിനെ നമ്മൾ മീഡിയൻ ക്ലാസ് ആയിട്ട് സെലക്ട് ചെയ്യുക. മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ് അവിടുത്തെ എൽ വാല്യൂ എന്ന് പറയുന്നത്. അതിന്റെ ഫ്രീക്വൻസിയാണ് എഫ്. ഇവിടുത്തെ ക്ലാസ് വിഡ്ത്ത് ആണ് എച്ച്. സി എഫ് എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസിന്റെ തൊട്ട് മുന്നിലുള്ള ക്ലാസ്, അതായത് ജസ്റ്റ് പ്രിസീഡിങ് ക്ലാസിന്റെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് സി എഫ്. ഇങ്ങനെയാണ് മീഡിയൻ കേസിൽ മീഡിയൻ കണ്ടിന്യൂസ് സീരീസിൽ കണ്ടുപിടിക്കുന്നത്. സോ മീഡിയന്റെ 3 ഡിഫറെന്റ് സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കുന്ന ഇതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. Good morning students. Already we studied how to calculate arithmetic mean and median in 3 different series. In today's class we discuss about the third most commonly used measure of central tendency, mode. So what do you mean by mode? Mode is the most repeated item in a series. Mode എന്ന് പറഞ്ഞാൽ എന്താണ്? It is the most repeated item in a series. ഒരു സീരീസിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ഏറ്റവും അധികം ആവർത്തിച്ചു വരുന്ന നമ്പർ ഏതാണോ ആ നമ്പറിനെയാണ് ആ സീരീസിന്റെ മോഡ് എന്ന് പറയുന്നത്. നമുക്കിവിടെ 3 സീരീസിൽ നമുക്കറിയാം 3 സീരീസ് ഉണ്ട്: ഇൻഡിവിജ്വൽ, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ് അല്ലെ. ഓരോ സീരീസിലും മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കേസ് ഇൻഡിവിജ്വൽ സീരീസ്. എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്ന വാല്യൂസ് നോക്കിയേ. 10, 2, 6, 5, 10, 4, 5, 10 and 3. ഈ സീരീസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ആവർത്തിച്ചു വന്നിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 10 ആണ്. 3 ടൈംസ് അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള നമ്പേഴ്സ് 2 ഒരു തവണയുള്ളൂ, 6 ഒരു പ്രാവശ്യമുള്ളൂ, 5 2 പ്രാവശ്യമുണ്ട്, 4 ഒരു തവണ, 3. സോ മോസ്റ്റ് റിപ്പീറ്റഡ് ഐറ്റം ഈസ് 10. സോ മോഡ് ഓഫ് ദിസ് ഡിസ്ട്രിബ്യൂഷൻ, ഈ ഡിസ്ട്രിബ്യൂഷന്റെ മോഡ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ഒരു പ്രാവശ്യം കൂടി പറയാം. തന്നിരിക്കുന്ന സീരീസ് ഫസ്റ്റ് നോക്കുക. പർട്ടിക്കുലർ ആയിട്ടുള്ള വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഫ്രീക്വൻസി ഒന്നുമില്ല. അതുകൊണ്ട് ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ അതിന്റെ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ മോസ്റ്റ് റിപ്പീറ്റഡ് ഐറ്റം ഏതാണെന്ന് നോക്കുക. ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്നിരിക്കുന്നത് 10 ആണ്. അതുകൊണ്ട് ഈ ഡിസ്ട്രിബ്യൂഷന്റെ സീരീസിന്റെ മോഡ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇവിടെ ഒരു വാല്യൂ മാത്രമേ റിപ്പീറ്റഡ് ആയിട്ട് കൂടുതലായിട്ട് 3 തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നുള്ളൂ. സോ ഇറ്റ് ഈസ് കോൾഡ് എ യൂണി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ. യൂണി മീൻസ് 1, ഒരു മോഡേ ഉള്ളൂ. അതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് യൂണി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡ് എക്സാമ്പിൾ 3, 4, 5, 6, 4, 3, 7, 8. ഹിയർ 4 റിപ്പീറ്റഡ് 2 ടൈംസ്. 4 എന്നുള്ള നമ്പർ 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 എന്നുള്ള നമ്പറും 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ മോഡിന്റെ വാല്യൂ 2 വാല്യൂസ് വരും. ഏതൊക്കെയാണ്? 3 and 4. സോ ഇറ്റ് ഈസ് കോൾഡ് എ ബൈ മോഡൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈ മീൻസ് 2, 2 എന്നാണ്.
നെക്സ്റ്റ് എക്സാമ്പിൾ തന്നിരിക്കുന്ന സീരീസ് 6, 8, 6, 7, 8, 8, 10, 7, 6, 7. Here 6 repeated 3 times, 7 repeated 3 times and 8 repeated 3 times. 3 നമ്പേഴ്സ് 3 പ്രാവശ്യം വീതം റിപ്പീറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് കോൾഡ് എ മൾട്ടി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ. 2 നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട്, ഒരുപോലെ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനെ നമ്മൾ മൾട്ടി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. 1, 1, 2, 2, 3, 3, 4, 4. ഇവിടെ എല്ലാ നമ്പേഴ്സും എന്താണ് 2 ടൈംസ് സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് അല്ലേ. അതുകൊണ്ട് മോസ്റ്റ് റിപ്പീറ്റഡ് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല അല്ലേ. സോ ഇവിടെ എന്താണ് നോ മോഡ് പോസിബിൾ. ഇവിടെ എന്താ മോഡ് പോസിബിൾ അല്ലെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഹിയർ 1, 2, 3, 4, 5, 6 എല്ലാ നമ്പേഴ്സും എന്താണ് ഓരോ തവണ മാത്രമേ തന്നിട്ടുള്ളൂ, റിപ്പീറ്റ് ചെയ്തൊന്നും തന്നിട്ടില്ല. സോ ഹിയർ ഓൾസോ നോ മോഡ് പോസിബിൾ. സോ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് റിപ്പീറ്റഡ് ഐറ്റം നോക്കുക. മോസ്റ്റ് റിപ്പീറ്റഡ് മീൻസ് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാല്യൂ. ഒരു വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് യൂണി മോഡൽ. 2 നമ്പേഴ്സ് സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ബൈ മോഡൽ എന്ന് വിളിക്കാം. 3 നമ്പേഴ്സ് റിപ്പീറ്റ്, 3 അതിൽ കൂടുതൽ അല്ലെങ്കിൽ 2 അതിൽ കൂടുതൽ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മൾട്ടി മോഡൽ എന്ന് പറയുന്നു. ഇനി നമ്പേഴ്സ് എല്ലാം സെയിം ആയിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ നോ മോഡ് പോസിബിൾ എന്ന് പറയും. ഓക്കെ, സെക്കൻഡ് കേസ് discrete സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഡിവിജ്വൽ സീരീസിലെ കൂട്ട് വാല്യൂസ് എക്സ് വാല്യൂസ് ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ അതിന്റെ ഫ്രീക്വൻസി മീൻസ് റിപ്പീറ്റ് ചെയ്യുന്നേക്കുന്ന നമ്പറും തന്നിട്ടുണ്ടാവും അല്ലേ. ഇവിടെ ഈസി ആയിട്ട് നമുക്ക് മോസ്റ്റ് റിപ്പീറ്റഡ് ഐറ്റം കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? എഫിന്റെ കോളം ശ്രദ്ധിക്കുക, എഫിന്റെ കോളമാണ് മോസ്റ്റ്, അതിന്റെ റിപ്പീറ്റഡ് നമ്പേഴ്സിനെയാണ് എഫിന്റെ കോളം ഡിനോട്ട് ചെയ്യുന്നത്. അതിനകത്ത് എഫില് മാക്സിമം വാല്യൂ വരുന്ന ഏതാണെന്ന് നോക്കുക. ഹിയർ 40 എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്പർ. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആണ് ആ സീരീസിന്റെ മോഡ്. ഹിയർ 40 ആണ് ഏറ്റവും ബിഗർ നമ്പർ, അതിന്റെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ 12 ആണ്. സോ മോഡ് ഈസ് ഈക്വൽ ടു 12. 40 എന്നുള്ളത് ഒരേ ഒരു വാല്യൂ ഉള്ളൂ. സോ ഇറ്റ് ഈസ് കോൾഡ് എ യൂണി മോഡൽ സീരീസ്. ഇനി 2 വാല്യൂസ് വരുന്നത് നോക്കിയേ. ഇവിടെ ഫ്രീക്വൻസിയിൽ 6 എന്നുള്ള 2 നമ്പർ വരുന്നുണ്ട്. സോ 2 വാല്യൂസിന് 6 എന്നുള്ള വാല്യൂ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഏതൊക്കെ വാല്യൂസിനാണ്? 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂസ് 20 and 60. സോ ഹിയർ ദർ ആർ 2 മോഡ്സ് 20 and 60 and it is called a bimodal distribution. Okay, then third one, continuous series. ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന നമ്പർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. എന്നാൽ കണ്ടിന്യൂസ് സീരീസിൽ അതിനൊരു ഇക്വേഷൻ, മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. L + D1/D1 + D2 × H. നമ്മൾ മീഡിയന്റെ കേസിലും ഇതുപോലൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലേ. സോ എന്തൊക്കെയാണ് ഇതിലെ ടേംസ് എന്ന് നോക്കാം. L മീൻസ് ലോവർ ലിമിറ്റ് ഓഫ് മോഡൽ ക്ലാസ്. എന്നിട്ട് അവിടെ ഒരു മോഡൽ ക്ലാസ് നമുക്ക് കണ്ടുപിടിക്കണം. മീഡിയന്റെ കേസിൽ മീഡിയൻ ക്ലാസ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു, അതുപോലെ ഇവിടെ ഒരു മോഡൽ ക്ലാസ് കണ്ടുപിടിക്കണം. എന്താണ് മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ? ക്ലാസ് ഓഫ് ഹയസ്റ്റ് ഫ്രീക്വൻസി ഏറ്റവും കൂടിയ ഏത് ക്ലാസ് ആണോ അതാണ് മോഡൽ ക്ലാസ്. D1 എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ് ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് പ്രീ മോഡൽ ക്ലാസ് ഇഗ്നോറിംഗ് സൈൻസ്. മോഡൽ ക്ലാസിന്റെയും അതിന്റെ പ്രീ മോഡൽ തൊട്ട് മുന്നിലുള്ള ക്ലാസിന്റെയും ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് ആണ് D1. അവിടെ സൈൻ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. D2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ സക്സീഡിംഗ് ക്ലാസ്. മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസിയും അതിന്റെ ശേഷം വരുന്ന സക്സീഡിംഗ് ആയിട്ടുള്ള ക്ലാസിന്റെയും ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് ആണ് D2 എന്ന് പറഞ്ഞാൽ. അവിടെയും സൈൻസ് നമുക്ക് ഇഗ്നോർ ചെയ്യാം. H എന്ന് പറഞ്ഞാൽ ക്ലാസിന്റെ. എക്സാമ്പിൾ നോക്കാം. മാർക്സ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലാസ്സിനെ നോക്കുക, ക്ലാസ് എക്സ്ക്ലൂസീവ് ടൈപ്പ് ആണോ എന്ന് ശ്രദ്ധിക്കുക. എക്സ്ക്ലൂസീവ് ആണെങ്കിൽ മാത്രമേ നമുക്കത് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റൂ. സോ എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ അതിന് നമ്മൾ എക്സ്ക്ലൂസീവ് ആക്കണം. അത് നെക്സ്റ്റ് എക്സാമ്പിളിൽ പറയാം. ഇപ്പം ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ഇവിടെ ലോവർ ലിമിറ്റ്, ഇവിടുത്തെ അപ്പർ ലിമിറ്റും ഇവിടുത്തെ ലോവർ ലിമിറ്റും സെയിം ആണ് അല്ലെ. സോ ദിസ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് ഫോം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഇവിടെ എന്താ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട ഇക്വേഷന് വേണ്ടി നമുക്ക് ഇവിടെ ഒരു മോഡൽ
ക്ലാസ് കണ്ടുപിടിക്കണം. മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത്. ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത് ഏതിനാണ്? 15 അല്ലേ? സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് 50 to 60. ദിസ് ഈസ് ദ മോഡൽ ക്ലാസ്. ഇനി D1 എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസ്സും അതിന് തൊട്ടു മുന്നിലുള്ള ക്ലാസിന്റെ ഫ്രീക്വൻസിയുടെ ഡിഫറൻസ്. സോ 15 - 12 3. D2 എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസ്സിനും അതിന്റെ സക്സീഡിങ് ക്ലാസ്സും ഫ്രീക്വൻസിയുടെ ഡിഫറൻസ്, അതും 15 - 12 3. ക്ലാസ് ഇന്റർവൽ എത്രയാണ് ഇവിടെ? 10. സോ H ഈസ് ഈക്വൽ ടു 10. L എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് വാല്യൂ 50. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. മോഡ് ഈസ് ഈക്വൽ ടു L + D1/D1 + 2 ഇൻറ്റു H. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 55 എന്ന് കിട്ടുന്നു. സോ ഹിയർ മോഡ് ഈസ് ഈക്വൽ ടു 55. ഇതാണ് 3 കേസസ് വരുന്നത്. ഇനി ഇതിനകത്ത് കണ്ടിന്യൂസ് സീരീസിൽ തന്നെ എക്സ്ക്ലൂസീവ് അല്ലാതെ വന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് 2 എക്സാമ്പിളുകൾ പറയാൻ. ഇവിടെ അൺഈക്വൽ ക്ലാസ് ഇന്റർവെൽസ് ആണെങ്കിൽ, അൺഈക്വൽ ക്ലാസ് ഇന്റർവെൽസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്ലാസ് ഇന്റർവെൽ എല്ലാം സെയിം ലെങ്ത്. ഇവിടെ 10 ഹിയർ 20 ആണ് ഇവിടുത്തെ വിടുത്ത്. അന്നേരം അൺഈക്വൽ ആണ് അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അഡ്ജസ്റ്റ് ദ ഫ്രീക്വൻസീസ് ആൻഡ് മേക്ക് ക്ലാസ് ഇന്റർവെൽ. ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്ത് ക്ലാസ് ഇന്റർവെലിനെ ഈക്വൽ ആക്കി മാറ്റണം. ഇവിടെ ഉണ്ടായ ചേഞ്ച്, ഇവിടെയൊക്കെ 10 ആണ് ഇവിടുത്തെ വിടുത്ത് വരുന്നത്, പക്ഷെ ഇവിടെ മാത്രം 20. അന്നേരം നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 20 to 30, 30 to 40 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഫ്രീക്വൻസിയും അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഇനി സെയിം ആയിട്ട് തന്നെ എക്സ്ക്ലൂസീവ് മെത്തേഡിൽ ചെയ്തതുപോലെ തന്നെ മോഡൽ ക്ലാസ് കണ്ടുപിടിച്ച് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഓപ്പണന്റ് ക്ലാസ് വരികയാണ്. ഓപ്പണന്റ് ക്ലാസ് എന്ന് പറയുമ്പം ലെസ് ദാൻ അല്ലെങ്കിൽ 40 and above ഈ ഒരു രീതിയിൽ വരുന്ന ക്ലാസ് ആണ് ഓപ്പണന്റ് ക്ലാസ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ലീവ് ദം ആസ് സച്ച്. എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ലീവ് ചെയ്തിരുന്നാൽ മതി. അതായത് ഡയറക്റ്റ് സെയിം തന്നെ ചേഞ്ചസ് ഒന്നും വരാതെ തന്നെ നമുക്കിവിടെ എന്താണ് മോഡ് കണ്ടുപിടിക്കുക. ഇവിടെ നോക്കിയ ഫ്രീക്വൻസി കൂടിയ 150 ആണ്. സോ ഇവിടുത്തെ മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ 20 to 30 ആണ്. ഇനി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് ടൈപ്പ് ആണ്. ഇൻക്ലൂസീവ് ടൈപ്പ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ എക്സ്ക്ലൂസീവ് മെത്തേഡിലേക്ക് ചെയ്യാൻ ലോവർ ലിമിറ്റിനോടുകൂടി മൈനസ് ചെയ്യുക, അപ്പർ ലിമിറ്റിനോടുകൂടി 0.5 ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് എക്സ്ക്ലൂസീവ് മെത്തേഡിലേക്ക് മാറുന്നു. എക്സ്ക്ലൂസീവ് ഫോം ഓൾറെഡി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇനി അതിൻ്റെ മോഡൽ ക്ലാസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ മോഡ് കണ്ടുപിടിക്കാം. സോ 3 കേസിലും മോഡ് കണ്ടുപിടിക്കുന്ന 3 അതിൻ്റെ സ്പെഷ്യൽ കേസസിലും മോഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.